പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഇതൊരു കടൽ തീരപ്രദേശമാണ്. ഞാൻ പറഞ്ഞില്ലേ, രാമേശ്വരത്തിൽ ധനുഷ്കോടി എന്നൊരു സ്ഥലം. 1964 കൊടുങ്കാറ്റിൽ ഈ പ്രദേശം മുഴുവനും നാമാവശേഷമായി. ഇപ്പോൾ നശിച്ചുപോയ സ്ഥലത്തുണ്ടായിരുന്ന ദേവാലയങ്ങളും വീടുകളും അവശിഷ്ടങ്ങളായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കടൽക്കാറ്റടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കടലാണ്. കടൽക്കാറ്റടിക്കുമ്പോൾ ഒരിളക്കമുണ്ടാവുന്നു. ജീവിതത്തിൽ ഏതോ ഒരു പ്രശ്നം നിങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം, ജോലിസ്ഥലത്ത് നടക്കുന്ന പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന പോരാട്ടമായിരിക്കാം. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏതോ ഒരു പ്രശ്നം നിങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും. അതോർക്കുമ്പോഴേ ഒരു ചാഞ്ചാട്ടമുണ്ടാവുന്നു. അതുപോലെ ഒരു കഷ്ടത്തിലാണോ ഉള്ളത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം ഒരു ചാഞ്ചാട്ടമുണ്ടാകും. ഒരു മരം താഴെ വീഴുന്നതിന് മുൻപ് കാറ്റിലും കൊടുങ്കാറ്റിലും മരം താഴെ വീഴാറുണ്ട്, അല്ലേ? അതിനു മുൻപ് മരത്തിന് ഇളക്കമുണ്ടാകും. ഇളകി വലുതായി ഇളക്കമുണ്ടാകുമ്പോൾ വേരുകളെല്ലാം പുറത്തു വന്ന് അതിന് നിൽക്കാനാവാതെ താഴേക്ക് ചായും. ഇളക്കം തട്ടുമ്പോൾ തന്നെ ഉടനെ ഒരു വീഴ്ചയുണ്ടാവും എന്നർത്ഥം. പക്ഷേ ഇളക്കം തട്ടാത്ത വിധം നാം കാത്തു സൂക്ഷിക്കണം. 16 സങ്കീർത്തനം 8 വാക്യത്തിൽ ദാവീദ് എന്ന ഭക്തൻ പറയുന്നു, യഹോവ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. നാം കുലുങ്ങാതെ ഇരിക്കണമെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റിലും എത്ര വലിയ പോരാട്ടത്തിലും പ്രശ്നത്തിലും കുലുങ്ങാതെ ഇരിക്കണമെങ്കിൽ യഹോവ നമ്മുടെ വലതുഭാഗത്തുണ്ടാവണം. യഹോവ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്ന് ദാവീദ് പറയുന്നു. നിങ്ങൾ കുലുങ്ങാതെ ഇരിക്കണമെങ്കിൽ യഹോവയെ വലതുഭാഗത്ത് വെക്കേണ്ടതാണ്. പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ദാവീദിന്റെ ജീവിതത്തിൽ അനവധി പോരാട്ടങ്ങൾ. ചെറുപ്പത്തിൽ പോരാട്ടം, വിവാഹത്തിന് ശേഷം അമ്മായിയപ്പനെ കൊണ്ടുണ്ടായ പ്രശ്നം, മക്കളുണ്ടായ ശേഷം മകനെ കൊണ്ടുണ്ടായ പ്രശ്നം, മക്കളെ കൊണ്ടുള്ള പോരാട്ടം, എത്രയോ കാര്യങ്ങൾ അയാളെ കുലുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവസാനം വരെ കുലുങ്ങാതിരിക്കാനുള്ള കാരണം എപ്പോഴും യഹോവയെ തന്റെ വലതുഭാഗത്ത് വെച്ചിരുന്നതാണ്. എന്റെ ശുശ്രൂഷയുടെ പാതയെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കുലുക്കുന്ന അനേകം പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നിന്ദകളും കുറ്റാരോപണങ്ങളുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയുടെ നടുവിൽ ഇത്രയും വർഷങ്ങൾ കുലുങ്ങാതെ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കാരണം യഹോവയെ എപ്പോഴും എന്റെ വലതുഭാഗത്ത് വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും യഹോവ എന്റെ കൂടെയുണ്ട്. അതറിയുന്നത് കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ കുലുങ്ങാൻ പോകുന്നില്ല. ഇതുവരെ കുലുങ്ങിയിട്ടുണ്ടോ? പറയൂ, ദൈവമേ, അങ്ങ് എപ്പോഴും എന്റെ വലതുഭാഗത്തുണ്ടാവണം, എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയൂ. ഇന്നു മുതൽ സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ കുലുങ്ങുകയില്ല, നിങ്ങൾ ജയിക്കും, നിങ്ങൾ മുന്നോട്ടു പോകും, നേട്ടങ്ങൾ ഉണ്ടാകും. പിതാവേ, യേശുവേ, ദാവീദിനെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. യഹോവ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നീ മകൾ പ്രാർത്ഥിക്കുന്നു, ഈ മകൻ പ്രാർത്ഥിക്കുന്നു. നസറായനായ യേശുവിന്റെ നാമത്തിൽ ഇവരെ കുലുക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറട്ടെ. കുലുങ്ങാത്ത വിധം ബലപ്പെടുത്തി കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ